ആധാർ സൂപ്പർവൈസർ ഓപ്പറേറ്റർ എക്സാം അല്ലെങ്കിൽ ആധാർ റീസർട്ടിഫിക്കേഷൻ എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത്. പുതിയതായി ഒരു ആധാർ സൂപ്പർവൈസർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ആകണമെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സാം എഴുതേണ്ടതാണ്. റീസർട്ടിഫിക്കേഷൻ എന്നാൽ നിലവിൽ ഇപ്പോൾ ഓപ്പറേറ്റർമാർ ആയിരിക്കുന്ന എല്ലാ പഴയകാല ഓപ്പറേറ്റർമാരും സൂപ്പർവൈസർമാരും ഇനി ആധാർ എടുക്കണമെങ്കിൽ റീസർട്ടിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്, അതായത് വീണ്ടും എക്സാം എഴുതേണ്ടതാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾ പലർക്കും ഇതിന്റെ മെയിൽ കിട്ടിയിരിക്കും. പുതിയതായി എക്സാം എഴുതുന്നവർക്കും റീസർട്ടിഫിക്കേഷൻ ചെയ്യുന്നവർക്കും ഉപകാരപ്രദമായ രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആധാർ എക്സാമിന് എങ്ങനെ അപേക്ഷിക്കാം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇവിടെ വിവരിക്കുന്നു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. ആധാർ എക്സാം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് വിശദമായി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അവയിൽ വരുന്ന എററുകളും വിവരിക്കുന്നുണ്ട്. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് കാണുക. ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിലവിൽ ആധാർ ഓപ്പറേറ്റർമാർ ആയിരിക്കുന്നവർക്ക് ഒരു ടൈം പീരീഡ് UIDAI നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പലർക്കും ഇമെയിൽ കിട്ടിയിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമയപരിധിക്കുള്ളിൽ തന്നെ എല്ലാവരും എക്സാം പൂർത്തീകരിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആധാർ ഓപ്പറേറ്റർമാർ ആയി തുടരുവാൻ സാധിക്കുന്നതല്ല. 2011 ജനുവരിക്ക് മുമ്പുള്ളവർ ഉടൻ തന്നെ എക്സാം എഴുതുക. 2011 ജനുവരി 31 ഡിസംബർ 2023 വരെയുള്ളവർ 1 ഏപ്രിൽ 2024 മുമ്പ് എക്സാം എഴുതേണ്ടതാണ്. ജനുവരി 2014 മുതൽ 31 ഡിസംബർ 2016 വരെ എക്സാം എഴുതിയവർ 1 ജൂലൈ 2024 മുമ്പ് എക്സാം എഴുതിയിരിക്കേണ്ടതാണ്. ജനുവരി 2017 മുതൽ 31 ഡിസംബർ 2019 വരെ ഉള്ളവർ ഒക്ടോബർ 1 2024 മുമ്പ് എക്സാം എഴുതണം. ജനുവരി 2020 മുതൽ 31 ഡിസംബർ 2022 കാലാവധി വരെയുള്ളവർ ജനുവരി 1 2025 മുമ്പ് എക്സാം എഴുതിയിരിക്കണം. സമയം ഉണ്ട് എന്ന് കരുതി എക്സാം ലേറ്റാക്കാൻ ഇരിക്കേണ്ട. കാരണം സ്ലോട്ട് വളരെ കുറവാണ്. ഉടൻ തന്നെ എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ ഭാഗമായി ആദ്യമായി നിങ്ങൾ UIDAI വെബ്സൈറ്റിൽ കയറി ഒരു XML ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇതിനായി നിങ്ങൾ UIDAI വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഷെയർ കോഡ് നമ്മൾ ഈ XML ഫയൽ ഡൗൺലോഡ് ചെയ്യുവാൻ കൊടുക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 1255 അല്ലെങ്കിൽ 1232 എന്ന് ഏതെങ്കിലും ഒന്ന് നമ്മൾ നിശ്ചയിക്കുക. വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന പേജിൽ നിങ്ങളുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ക്യാപ്ച എന്ന ഭാഗത്ത് ക്യാപ്ച കോഡ് നൽകുക. സെൻഡ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ വരുന്ന OTP ടൈപ്പ് ചെയ്യുക. ലോഗിൻ ബട്ടണിൽ പ്രസ് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തതിനു ശേഷം ഓഫ്ലൈൻ eKYC എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഒരു ഷെയർ കോഡ് കൊടുക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ നമ്മൾ നോട്ട് ചെയ്ത് വച്ചിരിക്കുന്ന ഷെയർ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇത് പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ്. മറന്നു പോകാതെ നോട്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. തുടർന്ന് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡൗൺലോഡ് സക്സസ് ആയി എന്ന മെസ്സേജ് സ്ക്രീനിൽ വരുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ലാപ്ടോപ്പിന്റെ ഡൗൺലോഡ്സിൽ നമുക്ക് ആവശ്യമുള്ള XML ഫയല് ഡൗൺലോഡ് ആയി വന്നിട്ടും ഉണ്ടായിരിക്കും. ഇനി ആധാർ എക്സാമിന്റെ രജിസ്ട്രേഷനുള്ള വെബ്സൈറ്റിലേക്കാണ് പോകേണ്ടത്. ഇതിനായി അഡ്രസ് ബാറിൽ uidai.nscitexams.com എന്ന സൈറ്റ് അഡ്രസ് ടൈപ്പ് ചെയ്യുക. വിശദമായി ഈ വീഡിയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റ് എ ന്യൂ യൂസർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ അപ്ലോഡ് XML ഫയൽ
എന്നതിൽ ചൂസ് ഫയൽ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന XML ഫയല് സെലക്ട് ചെയ്യുക. തുടർന്ന് അപ്ലോഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. XML ഫയൽ അപ്ലോഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങൾ ഷെയർ കോഡ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന ഷെയർ കോഡ് ടൈപ്പ് ചെയ്യുക. ഈ എക്സ്ട്രാക്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡാറ്റ എക്സ്ട്രാക്ട് എന്ന മെസ്സേജ് ഡാറ്റ എക്സ്ട്രാക്ട് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ആധാറിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. സെൻഡ് OTP മൊബൈൽ എന്നത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്ന OTP ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്യുക. തുടർന്ന് സ്ക്രീനിൽ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് താഴെ ഇമെയിൽ ഐഡിയും നൽകുക. ഷോ XML കണ്ടന്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. പേര്, ജെൻഡർ, ഫോട്ടോ ഇവ ശരിയാണെങ്കിൽ കൺഫേം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ രജിസ്ട്രേഷൻ കൺഫർമേഷൻ എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഒരു യൂസർ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവ നോട്ട് ചെയ്ത് വയ്ക്കുക. വീണ്ടും ലോഗിൻ ചെയ്യുന്ന ആവശ്യത്തിലേക്ക് ഇത് ആവശ്യമുണ്ട്. വീണ്ടും റീലോഗിൻ ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ യൂസർ ഐഡിയും പാസ്വേഡും ടൈപ്പ് ചെയ്യുക. സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നമുക്ക് ലഭിച്ച പാസ്വേഡ് റീസെറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓൾഡ് പാസ്വേഡ് എന്ന ഭാഗത്ത് നമുക്ക് ലഭിച്ച പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ന്യൂ പാസ്വേഡ്, കൺഫേം പാസ്വേഡ് എന്ന ഭാഗത്ത് പുതിയ ഒരു പാസ്വേഡ് നൽകുക. തുടർന്ന് ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. അതിന് താഴെ ആൻസർ നൽകുക. ഇത് പിന്നീട് നമ്മൾ പാസ്വേഡ് മറന്നുപോയാൽ റിക്കവർ ചെയ്യുന്നതിന്റെ ആവശ്യത്തിലേക്കാണ്. ഈ നൽകുന്ന ആൻസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. അത് നോട്ട് ചെയ്ത് സൂക്ഷിക്കുക. ചേഞ്ച് പാസ്വേഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. പേജ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക. അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. ഇനി അഥവാ അടുത്ത പേജിലേക്ക് പോയില്ല എങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ പുതിയ പാസ്വേഡാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുന്ന ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. പുതിയതായി പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർക്കും റീ എക്സാം എഴുതുന്നവർക്കും ഇനി മുൻപോട്ടുള്ള ഭാഗങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. റീ എക്സാം ചെയ്യുന്നവർ പ്രീവിയസ് എൻറോൾ ഡീറ്റെയിൽസ് എന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതിയ ആളുകൾ ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യരുത്. റീ എക്സാം ചെയ്യുന്നവർ പ്രീവിയസ് എൻറോൾമെന്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചില ഓപ്ഷൻസുകൾ കൂടുതലായി വരുന്നത് നമുക്ക് കാണാവുന്നതാണ്. പ്രീവിയസ് യൂസർ ID എന്ന ഭാഗത്ത് നിങ്ങളുടെ ആധാർ സൂപ്പർവൈസർ ID ആണ് നൽകേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ആധാർ ലോഗിൻ ചെയ്യുമ്പോൾ ഒരു ID ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. ആ ID ആണ് ഇവിടെ നൽകേണ്ടത്. ഉദാഹരണത്തിന് AKS_KTM_ എന്ന് തുടങ്ങുന്ന ഒരു യൂസർ ID. ഇത് വ്യക്തമായി ടൈപ്പ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ കമ്പ്യൂട്ടറിൽ നോട്ട് പാഡ് തുറന്ന് അവിടെ ഇത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അടുത്തതായി സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ നേരത്തെ പരീക്ഷ എഴുതിയപ്പോൾ ലഭിച്ച സർട്ടിഫിക്കറ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക. അടുത്തതായി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഡേറ്റ് എന്നിടത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് കാണും. ആ ഡേറ്റ് ടൈപ്പ് ചെയ്യുക. അടുത്തതായി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എന്നിടത്ത് NSE/IT എന്നതാണെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക. അതല്ല വേറെ എന്തെങ്കിലും ഏജൻസി ആണെങ്കിൽ ആ ഏജൻസിയുടെ പേര് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതേഴ്സ് എന്നത് നൽകുക. തുടർന്ന് വെരിഫൈ ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങൾ നൽകിയ വിവരങ്ങൾ കൃത്യമാണെങ്കിൽ സക്സസ് എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തെങ്കിലും എറർ വരുന്നവർ കൊടുത്ത വിവരങ്ങൾ ശരിയാണോ എന്ന് ഒന്നുകൂടി
കൺഫേം ചെയ്യുക. എല്ലാം കൃത്യമാണെങ്കിലും ഇതേ എറർ കാണിച്ചാൽ സിവിൽ പരീക്ഷ എഴുതുന്നവർ അവരുടെ എക്സാം ഡേറ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. അതായത് സിവിൽ നേരത്തെ എക്സാം എഴുതിയവർ അവരുടെ എക്സാം ഡേറ്റ് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. ഈ ഏജൻസിയിൽ എക്സാം എഴുതിയവർക്ക് ചിലർക്ക് എക്സാം ഡേറ്റിന്റെ പ്രോബ്ലം കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ വരുന്നവർ പരീക്ഷ നടന്നതിന്റെ അടുത്ത ദിവസമോ അതിന്റെ അടുത്ത ദിവസമോ ടൈപ്പ് ചെയ്യുക. അതായത് എക്സാം 1/10/2011 നടന്നതായി കണക്കാക്കുക എന്നാണ് സർട്ടിഫിക്കറ്റിൽ കാണുന്നത്. പക്ഷേ ഡേറ്റ് എറർ കാണിക്കുന്നു. അപ്പോൾ നിങ്ങൾ 2/10/2011 എന്നോ 3/10/2011 എന്നോ നൽകി നോക്കുക. പലർക്കും ഈ രീതിയിൽ കൂടി അത് ശരിയായിട്ടുണ്ട്. ഇനി അപ്ലോഡ് സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മുൻപ് തന്നെ സ്കാൻ ചെയ്തു വെച്ചിരിക്കുന്ന പഴയ ആധാർ സർട്ടിഫിക്കറ്റ്, ആധാർ എക്സാം പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സർട്ടിഫിക്കറ്റിന്റെ പ്രിവ്യൂ കാണിക്കുന്നതായിരിക്കും. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ആകുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഒന്നുകിൽ സൈസ് കുറവ്, അല്ലെങ്കിൽ സൈസ് കൂടുതൽ, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റ് അല്ലാത്തതോ ആയിരിക്കും. ഇവ എല്ലാം കൃത്യമായിട്ടും അപ്ലോഡ് ആകുന്നില്ല എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ സ്കാൻ ചെയ്ത് സേവ് ചെയ്ത ഫയലിന്റെ ഫയൽ നെയിം എറർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഫയലിന് കൊടുത്ത പേരാണ് ഇവിടെ പ്രശ്നക്കാരനായി വന്നിരിക്കുന്നത്. ഫയൽ സേവ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഫയൽ നെയിം കൊടുക്കുമ്പോൾ സ്പേസ് ഇടുവാൻ പാടില്ല. കൂടാതെ ചില കേസുകളിൽ സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിരിക്കുന്നതും അപ്ലോഡ് ആകാതെ ഇരിക്കുന്നുണ്ട്. അതായത് കഴിയുന്നതും ഫയൽ നെയിം കൊടുക്കുമ്പോൾ സ്പെഷ്യൽ ക്യാരക്ടറുകളും സ്പേസും കൊടുക്കാതെ ഇരിക്കുക. തുടർന്ന് കൺഫേം എന്ന ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ബേസിക് ഡീറ്റെയിൽസ് നൽകുക എന്നുള്ളതാണ്. ഇനിയുള്ള ഭാഗം പുതിയതായി എക്സാം ചെയ്യുന്നവർക്കും കൂടി പ്രയോജനപ്പെടുന്നതാണ്. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത നൽകുക. ലെവൽ ഓഫ് എക്സാം എന്നെടുത്ത് ECMB ഓപ്പറേറ്റർ കം സൂപ്പർവൈസർ എന്ന് നൽകുക. മറിച്ച് നിങ്ങൾ ചൈൽഡ് എൻറോൾമെന്റ് മാത്രമേ ചെയ്യുന്നുള്ളൂ എങ്കിൽ ചൈൽഡ് എൻറോൾമെന്റ് ഓപ്ഷൻ നൽകുക. അവർക്ക് ചൈൽഡ് എൻറോൾമെന്റ് ഓപ്ഷൻ കൊടുത്ത് എക്സാം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ECMB ഓപ്പറേറ്റർ ആയി എൻറോൾ ചെയ്യുവാൻ സാധിക്കുന്നതല്ലായിരിക്കും. അടുത്തതായി എക്സാം ലാംഗ്വേജ് എന്നിടത്ത് നിങ്ങൾ പരീക്ഷ എഴുതുവാൻ ഉദ്ദേശിക്കുന്ന ഭാഷ തിരഞ്ഞെടുക്കുക. എൻറോൾമെന്റ് ഏജൻസി കോഡ് എന്നിടത്ത് നിങ്ങൾ ഏത് ഏജൻസിയിലാണോ എൻറോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഉദാഹരണത്തിന് അക്ഷയ ആണെങ്കിൽ 2003 അക്ഷയ എന്ന് നൽകുക. അടുത്തത് രജിസ്ട്രാർ കോഡ് എന്നിടത്ത് അക്ഷയ ആണെങ്കിൽ 132 ഗവൺമെന്റ് ഓഫ് കേരള എന്നത് നൽകുക. മറ്റ് ഏജൻസി ആണെങ്കിൽ ഏത് ഏജൻസിയാണോ അതിന്റെ കോഡ് നൽകുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, റീ എക്സാം ചെയ്യുന്നവർക്ക് ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക് ആയി തന്നെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇമെയിൽ തുടങ്ങിയവ ഇവ തനിയെ വന്നിരിക്കും. തുടർന്ന് നിങ്ങൾ എക്സാം എഴുതുവാൻ ആഗ്രഹിക്കുന്ന എക്സാം സെന്ററിന്റെ സ്റ്റേറ്റ് ഏതെന്ന് തിരഞ്ഞെടുക്കാം. കേരളം വേണ്ടവർക്ക് അതെടുക്കാം. അതല്ല മറ്റ് സ്റ്റേറ്റുകളിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആണെങ്കിൽ ഏത് സിറ്റി എന്ന് അടുത്ത ഡ്രോപ്പ് ഡൗൺ ബോക്സിൽ നിന്നും ക്ലിക്ക് ചെയ്ത് സ്ഥലം തിരഞ്ഞെടുക്കുക. തുടർന്ന് അടുത്ത ടാബിൽ നിന്നും ടെക്സ്റ്റിംഗ് സെന്ററിന്റെ പേര് തിരഞ്ഞെടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി തുടർന്ന് ലഭിക്കുന്ന ഒരു സ്ക്രീൻ വളരെ പ്രധാനമുള്ളതാണ്. ഇതിൽ നമ്മുടെ ഡോക്യുമെന്റുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതിനായി എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇവ നേരത്തെ തന്നെ സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം. ഇവ അപ്ലോഡ് ചെയ്യുക. ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയൽ കണ്ടെത്തി അപ്ലോഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏത് ഏജൻസിയുടെ കീഴിലാണോ എൻറോൾ ചെയ്യുന്നത് അവരുടെ പക്കൽ നിന്നും ഒരു ഓതറൈസേഷൻ ലെറ്റർ നേരത്തെ തന്നെ വാങ്ങി സ്കാൻ ചെയ്ത് വച്ചിരിക്കണം എന്നുള്ളതാണ്. ഈ ഓതറൈസേഷൻ ലെറ്റർ കൂടി അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുവാൻ സാധിക്കുകയുള്ളൂ. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് ഏജൻസിയിൽ നിന്നും അക്ഷയ ആണെങ്കിൽ അക്ഷയയിൽ നിന്നും
നിങ്ങൾ ഒരു ഓതറൈസേഷൻ ലെറ്റർ വാങ്ങി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇതും അപ്ലോഡ് ചെയ്യുക. തുടർന്ന് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്. ഇനിയുള്ള ഭാഗം എക്സാമിന് ഫീസ് അടയ്ക്കുകയും ഡേറ്റ് സെലക്ട് ചെയ്ത് സ്ലോട്ട് സെലക്ട് ചെയ്യുന്നതുമാണ്. ഇതിനായി ഈ വീഡിയോയുടെ പാർട്ട് 2 കാണുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.